നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. 2021 സെപ്റ്റംബർ 8 കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമായ കുറവിലങ്ങാട്ടെ കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും ഒരു പ്രവാചക ശബ്ദം ഉയർന്നിരുന്നു. ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ, ഇസ്ലാമിക തീവ്രവാദത്തിന് ശക്തമായ അടിവേരുള്ള രാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ നാർക്കോട്ടിക്സിന്റെ രൂപത്തിൽ നടത്തുന്ന യുദ്ധത്തിനെതിരെയുള്ള മുന്നറിയിപ്പായിരുന്നു ആ പ്രവാചക ശബ്ദം. ഈ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവതലമുറയെ നശിപ്പിക്കുവാൻ, കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ നാർക്കോട്ടിക്സ് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പായിരുന്നു ആ പ്രവാചക ശബ്ദം. മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ ആ മുന്നറിയിപ്പിൽ മതം കലർത്തി അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാനും അവഹേളിക്കുവാനുമായിരുന്നു പലർക്കും വല്ലാതൊരു വെമ്പൽ. എന്നാൽ അതിനുശേഷം കേരളം കണ്ടത് അക്ഷരാർത്ഥത്തിൽ ഒരു നാർക്കോട്ടിക്സ് വിസ്ഫോടനം തന്നെയായിരുന്നു. യുവജനങ്ങൾ മുതൽ കേരളത്തിലെ പല കൊച്ചുകുട്ടികളും നാർക്കോട്ടിക്സിന്റെ കാരിയേഴ്സ് ആകുന്ന, അതിന്റെ ഉപഭോഗം നടത്തുന്ന അസാധാരണമായ സ്ഥിതിവിശേഷം. 2021 പോലീസ് രജിസ്റ്റർ ചെയ്ത, കേരളത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത NDPS കേസുകൾ 5695 ആണെങ്കിൽ നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം പോലീസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത NDPS കേസുകൾ 24,701. ഒരു വർഷത്തിനുള്ളിൽ സംഭവിച്ചത് 333% വർധനവ്. പ്രളയവും കോവിഡും ഒക്കെ കേരളത്തിന്റെ സമസ്ത മേഖലകളുടെയും നട്ടലൊടിച്ചപ്പോൾ ഇപ്പോഴും നിർലോഭമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമായി മാറിയിരിക്കുന്നു കേരളത്തിൽ നാർക്കോട്ടിക്സ്. ഈ പോക്ക് എങ്ങോട്ടാണ്? പ്രബുദ്ധ കേരളമേ, ലജ്ജിച്ച് തല താഴ്ത്തുക. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു CBC ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ. ഒപ്പം ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ശക്തമായ പ്രവർത്തനം നടത്തുന്ന ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ, ആ ഫോർത്ത് വേവ് ഫൗണ്ടേഷന്റെ ഒരു പ്രധാന പ്രോജക്റ്റാണ് പ്രോജക്ട് വേണ്ട, അതിന്റെ ഡയറക്ടർ ശ്രീ CC ജോസഫ്. ഒപ്പം ഇടുക്കി പുളിയൻമലയിലുള്ള ലഹരി വിമോചന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ തോംസൺ ഉടുപ്പാട്ട് CMI. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ CC ജോസഫ്, നമുക്കറിയാം ഈ 2021, 2020, 2022 ഈ 3 വർഷങ്ങളിലെ NDPS കേസുകൾ, കേരളത്തിൽ നടന്ന NDPS കേസുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു അസാധാരണമായൊരു വളർച്ചയാണ് കേരളത്തിൽ ആ കേസുകളിൽ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തീരത്തിൽ നിന്നും, കൊച്ചിയുടെ തീരത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ഒപ്പം നേവിയും നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അസാധാരണമായ ഒരു ഗ്രോത്ത് ഈ നാർക്കോട്ടിക്സ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും ഇതിന്റെ ഉപഭോക്താക്കളാകുന്നു. അതിന്റെ ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു ഗ്രോത്തിനെ, അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആശങ്ക ജനിപ്പിക്കുന്ന ഈ ഒരു ടെൻഡൻസിയെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു ശ്രീ CC ജോസഫ്? താങ്ക് യു. 1-2 കാര്യങ്ങളുണ്ട്, ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, കേരളം ഒരു മാരിടൈം ബോർഡർ ആയതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലേക്ക് സാധനങ്ങളല്ലേ നാർക്കോട്ടിക്സ് എത്തിക്കാനായിട്ടുള്ള ഒരു ഈസി ചാനലാണ്. മാരിടൈം മാത്രമല്ല, പണ്ട് തൊട്ട് കേരള ഒരു ബിസിനസ് എന്നാ പറയുന്നത് ട്രേഡ് റൂട്ടാണ്. അതൊരു ഒരു റീസൺ. 2, ഫ്ലഡ്സിന്റെ സമയത്തും കോവിഡിന്റെ സമയത്തും കേരളത്തിലേക്ക് കുറെ സബ്സ്റ്റൻസസ് അല്ലെ കുറെ നാർക്കോട്ടിക് പ്രോഡക്ട്സ് വന്നു. പക്ഷെ കേരളം ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആയ കാരണം അത് കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് പകരം ആ ഫ്ലഡും കോവിഡും കാരണം കേരളത്തിൽ ഇത് സ്റ്റക്കായി. എല്ലാ പ്രോഡക്റ്റ് പോലെ ഇതിനും ഷെൽഫ് ലൈഫ് ഉണ്ട്. ഇത് ഇവർക്ക് പുറത്തു വിടാൻ പറ്റുന്നില്ല. പുറത്തു വിടാൻ പറ്റാതെ ഇപ്പം ഫൈനലി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പിള്ളേരെയാണ്. ഇതൊരു ഗ്രോയിങ് ട്രെൻഡ് ആകട്ടെ. ഞങ്ങളൊരു 8-9 വർഷം മുമ്പേ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വോൺ ചെയ്തതാണ്. ഇഫ് യു ഡോണ്ട് ഇന്റർവീൻ, ഇപ്പം നമ്മൾ ഇന്റർവീൻ ചെയ്തില്ലെങ്കിൽ കേരളത്തിന് യൂത്ത് കാണുകയല്ല, കേരളത്തിലൊരു യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ കാണുകയല്ല.
എന്തുകൊണ്ടാണ് നമ്മുടെ യൂത്ത് ഒക്കെ പ്രത്യേകിച്ച് അങ്ങ് 8-9 വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു, പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷമൊക്കെ ഈ യൂത്ത് ഒക്കെ കണ്ടമാനം ഇതിലേക്ക് ആകർഷകരാകുന്നു. കേരളത്തിന്റെ സമസ്ത മേഖലകളെയും ഇതിന്റെ ഒരു പിടിമുറുക്കം നാം കാണുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിലാണ് ഈ സിനിമ മേഖലയിലെ ലഹരി ഉപഭോഗവുമായി ബന്ധപ്പെട്ട് സിനിമയുടെ നിർമ്മാതാക്കളുടെ സംഘടന തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നു. പോലീസ്, ഷാഡോ പോലീസ് സംവിധാനമൊക്കെ ഈ ഷൂട്ടിംഗ് സൈറ്റുകളിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി ഇടുന്നു. ഈ ഒരു കോവിഡിന് ശേഷം ഇത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വലിയൊരു മാറ്റം ഈ ലഹരി ഉപഭോഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? ഒരു റീസൺ ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, വളരെ സുലഭമായിട്ട് എവിടെ വേണേലും കിട്ടും. യൂഷ്വലി നമ്മൾ പിസ്സ സിറ്റീസിലൊക്കെ പിസ്സ ഡെലിവറി 30 മിനിറ്റ്സാ പറയുന്നത്. പക്ഷെ കേരളത്തിലെ ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി കേരളം എവിടെയാണേലും, സിറ്റി മാത്രമല്ല കേരളത്തിൽ എവിടെയാണേലും 30 മിനിറ്റിന് മുമ്പേ അവർ പ്രോമിസ് ചെയ്യും. 30 മിനിറ്റ്സിന് മുമ്പേ കേരളത്തിൽ എവിടെയാണെങ്കിലും. കേരളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ബാക്കി സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഒരു സിറ്റി, പിന്നെ നമുക്ക് വില്ലേജസ് എന്ന് പറയാവുന്ന ഒരു ഏരിയ ഉണ്ട്. കേരളത്തിന് അങ്ങനത്തെ ഏരിയാസ് ഇല്ല. നമുക്കെല്ലാം ഓൾമോസ്റ്റ് സെയിമാ. നമ്മൾ തിരുവനന്തപുരം, എറണാകുളം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് റൂറൽ ഏരിയാസും അർബൻ ഏരിയാസും ഡിവൈഡ് ചെയ്യാൻ ഒത്തിരി അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഡിവൈഡ് ഇല്ല. അത് കാരണം തന്നെ ത്രൂ ഔട്ട് കേരള ഈ പ്രശ്നം ഈക്വലി എഫക്റ്റഡാ. സിറ്റീസിൽ കുറച്ച് കൂടുതലുണ്ട്, കാരണം സിറ്റീസിലേക്ക് പുറത്തു നിന്നുള്ള ആൾക്കാർ വരുന്ന കാരണം തന്നെ. പക്ഷെ ത്രൂ ഔട്ട് കേരള ഒരു പ്രത്യേകത പറയാൻ ഇമ്പോർട്ടന്റ്. കാരണം ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ട ഈ ഒരു 9-10 വർഷത്തെ ആക്ടിവിറ്റീസിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിനൊരു കാസ്റ്റ് ഡിവൈഡ് ഇല്ല, ഒരു ജെൻഡർ ഡിവൈഡ് ഇല്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വലി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു റീജൻ ഡിവൈഡ് ഇല്ല, ഇന്ന സിറ്റിയിൽ കൂടുതൽ ഇന്ന റീജനിൽ കൂടുതൽ എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു റിലിജൻ ഡിവൈഡ് ഇല്ല, ഇന്ന റിലിജൻ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറയാനില്ല. ഏറ്റവും വലിയ പ്രശ്നം ഇത്രയും നാളും ഇത്, അല്ലെങ്കിൽ കുറച്ചു നാൾ മുമ്പ് വരെ ഇതൊരു കാശുള്ളവരുടെ അല്ലെ പണം ഉള്ളവരുടെ കുറച്ചു പേരുടെ ഒരു പ്രശ്നമായിട്ടായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ സാധാരണ ഗവൺമെന്റ് സ്കൂൾസിലേക്ക് ഇതിന് എൻട്രി കിട്ടിയ മാത്രമല്ല ലാർജ് നമ്പേഴ്സിൽ ഇതിന് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ ഡ്രഗ്സിന്റെ ഉപഭോഗം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ യുവജനതയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ പഞ്ചാബ്, കേരളം 2 സ്റ്റേറ്റ്സിനെയും എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ പഞ്ചാബിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപഭോഗം വളരെയധികം കൂടുതലാണ്. പഞ്ചാബ് നമുക്കറിയാം ഇന്ത്യൻ ആർമിയിലേക്ക് വളരെയധികം പേരെ കഴിവും പ്രാപ്തിയുമുള്ള അനേകരെ സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഒപ്പം കേരളത്തിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന 2 സംസ്ഥാനങ്ങൾ. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളെ ഈ ഒരു ലഹരി മാഫിയ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രാജ്യദ്രോഹ ശക്തികളുടെ ഒരു കരങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കില്ലേ? ഇപ്പോൾ വൻകിട ലഹരി വേട്ടകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് വെളിവാകുന്ന ഒരു കാര്യം, ഇതിന് കൃത്യമായിട്ടൊരു റൂട്ടുണ്ട്. ഒന്ന്, അഫ്ഗാനിൽ ഇത് ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, പിന്നീട് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലെ ലാബുകളിൽ ഇത് അതിന്റെ ഒരു സെക്കൻഡ് പ്രൊഡക്ഷൻ നടക്കുന്നു, പിന്നീട് പാകിസ്ഥാനിൽ നിന്നും ഇറാനിലെ തീരത്ത് എത്തിക്കുന്നു, അവിടെ നിന്നും വലിയ ബോട്ടുകളിൽ കേരള തീരത്തെത്തിക്കുന്നു, അവിടെ ചെറു ബോട്ടുകളിലായി ചെറു സംഖ്യകളിൽ അല്ലെങ്കിൽ ചെറു കിലോകളിലൊക്കെ അത് കേരളത്തിലും ശ്രീലങ്കയിലും മാലദ്വീപിലും ഒക്കെ വിതരണം ചെയ്യുന്നു. അപ്പോൾ രാജ്യദ്രോഹ ശക്തികൾ ഇതിന്റെ പിന്നിൽ വ്യക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഒരു സുവ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ ശ്രീ ജോസഫ്? ഇതിന്റെ ഉത്തരം ഗവൺമെന്റാ പറയേണ്ടത്. പക്ഷെ ഇത് ഇപ്പൊ ഒന്നും തുടങ്ങിയതല്ല കേട്ടോ. ഡ്രഗ്സിന്റെ യൂസ് തുടങ്ങിയപ്പോ തൊട്ട് ഈ ചാനലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ചാനലായിട്ടൊന്നും അല്ല ഇപ്പൊ ഡെവലപ്പ് ചെയ്തത്. ദിസ് ഇസ് നമ്മളുടെ സിൽക്ക് റൂട്ട് തൊട്ടുള്ള പണ്ട് തൊട്ട് ഇതേ ചാനലാണ് യൂസ് ചെയ്തത്. അപ്പം ഞങ്ങള് ഡിസ്കഷനിൽ ചോദിക്കുന്നത്, ഇത് ടെററിസം ആണോ ബിസിനസ് ആണോ? ബാക്കി ഉത്തരം അല്ലെ അങ്ങനത്തെ ഒരു ബ്രാൻഡ് പറയേണ്ട ഗവൺമെന്റ്, ഞങ്ങളല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചുള്ള പിള്ളേരെ ഇത് അഫക്റ്റ് ചെയ്യുന്നു, അതിന് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത് കൂടുതൽ ഒരു ബിസിനസ് ആംഗിളിലാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ടെററിസം ആംഗിൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പോക്കറ്റ്സിൽ ഞങ്ങൾ ഒരു ഡിവൈഡും കാണുന്നില്ല. എല്ലാവരും ഈക്വലി എഫക്റ്റഡ് ആവുന്നു, എല്ലാവരും ഈക്വലി പ്രോബ്ലത്തിൽ പെടുന്നു, എല്ലാവരുടെയും കണ്ണുനീര് വീഴുന്നു. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കലി അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഒപ്പം തന്നെ ഈ ബോധവൽക്കരണം എത്രത്തോളം ഒരു എഫക്റ്റീവ് ആകുന്നുണ്ട് കേരളത്തിൽ? ഇപ്പൊ ഒരു ഉദാഹരണം, 2022
പകുതിയോടുകൂടി മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു 2022. ഏകദേശം ലഹരി ഉപഭോഗത്തിന്റെ കാര്യത്തിൽ 3 മടങ്ങ് വർധനവാണ് മുൻ വർഷങ്ങളിലേക്കാൾ കേരളത്തിൽ നടക്കുന്നത്. അതിനുശേഷം വലിയ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, 1 മാസത്തോളം നീണ്ടുനിന്ന ആന്റി ഡ്രഗ് ക്യാമ്പയിനുകൾ, പോലീസ് നിരീക്ഷണമൊക്കെ ശക്തമാകുന്നു. പക്ഷെ അത് കുറെ ഫലപ്രദമാകുന്നുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ നമുക്ക് ദിനംപ്രതി പത്രത്താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്കൂൾ കുട്ടികളിലേക്ക് ഇതിന്റെ ഒരു കടന്നുകയറ്റം വരുന്നു. അപ്പൊ ഈ ഒരു ബോധവൽക്കരണം ഒരു എഫക്റ്റീവായി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരു പേരിനൊരു ബോധവൽക്കരണം, ഒരു ചടങ്ങിനൊരു ബോധവൽക്കരണം അത്തരത്തിലേക്ക് മാറുന്നു എന്നൊരു ആശങ്ക താങ്കൾക്കുണ്ടോ? അങ്ങനെയുള്ള ആശങ്കയില്ല. പക്ഷെ ബോധവൽക്കരണം കൊണ്ട് മാത്രം സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുകയല്ല. നമുക്കൊരു അടുത്ത ഒരു 10 വർഷത്തേക്ക് ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കി നമ്മൾ ഇന്റർവീൻ ചെയ്തില്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷനും ഇല്ല. ബോധവൽക്കരണം തുടക്കം മാത്രമാണ്. ആദ്യത്തെ നമ്മളൊരു 100 മീറ്റർ റേസ് ആണെങ്കിൽ ആദ്യത്തെ ഒരു 10 മീറ്റർ മാത്രമേ ബോധവൽക്കരണം ആവുന്നുള്ളൂ. ബാക്കി നമ്മൾ പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക്കലി ലോങ് ടേം ഇന്റർവെൻഷൻ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പല രാജ്യങ്ങളും ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഐസ്ലാൻഡിക് മോഡലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് റിസൾട്ട് കിട്ടുകയില്ല. 2-3 വർഷം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടോ അല്ലെ 1 മാസം 2 മാസം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടോ റിസൾട്ട് കിട്ടുകയില്ല. നമ്മൾ സമൂഹം ഒന്നിച്ച് നിന്നൊരു 8 to 10 ഇയേഴ്സിന്റെ ഒരു ലോങ് ടേം കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, നേരത്തെ അങ്ങ് പറഞ്ഞു ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർക്കതൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചു. ഒരു വളരെ ബ്രീഫായിട്ട് അവർ അവലംബിച്ച ഒരു മോഡലിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട്, നമുക്ക് സമയപരിമിതിയുണ്ട്, വളരെ ഒരു ഷോർട്ടായിട്ട് ഒന്ന് അവതരിപ്പിക്കാൻ സാധിക്കും. ഏറ്റവും സിമ്പിൾ ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് പറയുന്നത് ഓൾട്ടർനേറ്റ് പെർസ്യൂട്ട്സിലേക്ക് ഇതിന്റെ ശ്രദ്ധ തിരിച്ചുവിടുക. പിള്ളേർക്ക് വേറെ ഒരു ലഹരി കൊടുക്കുക. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് ഫുട്ബോൾ ആയിരിക്കും, അല്ലെങ്കിൽ തിയേറ്റർ ആയിരിക്കും, അല്ലെ മ്യൂസിക് ആയിരിക്കും. വേറെ ഒരു ഹൈ കൊടുക്കുക. അതിലേക്ക് പിള്ളേരെ നമുക്ക് ഇന്നത്തെ ഒരു പ്രശ്നം എന്താ, 4 മണിയാകുമ്പോൾ സ്കൂൾ അടയ്ക്കുന്നു, പിള്ളേർക്ക് കളിക്കാൻ സ്ഥലങ്ങളില്ല, പിള്ളേർക്ക് പോകാൻ വേറെ ഒന്നുമില്ല, അവരവരുടെ ചെറിയ ചെറിയ ഗ്രൂപ്പ്സിലേക്ക് വരുന്നു. അപ്പം പിള്ളേരെ ഓൾട്ടർനേറ്റ് ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യാന്ന് തന്നെയാണ് ഇതിന്റെ ഒരു ലോങ് ടേം സൊല്യൂഷൻ. അപ്പൊ ഐസ്ലാൻഡിക് മോഡൽ ആണ് ദ മോസ്റ്റ് ഫേമസ് മോഡൽസ്. അപ്പൊ അതിന്റെ ഒരു കീപ് ചിൽഡ്രൻ എൻഗേജ്ഡ് ഇൻ ഓൾട്ടർനേറ്റ് ആക്ടിവിറ്റീസ്. അപ്പൊ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഷുവർലി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഞാൻ തിരിച്ചു വരാം ശ്രീ സിസി ജോസഫ്. ഫാദർ തോംസൺ, നമുക്കറിയാം അങ്ങ് ഒരു ലഹരി വിമോചന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. ദിനംപ്രതി കരളലിയിക്കുന്ന നിരവധി കാഴ്ചകളാണ് അങ്ങ് ആ ഒരു കേന്ദ്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു ചർച്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന യുവജനങ്ങളോട്, പ്രത്യേകിച്ച് താങ്കളുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ ലഹരി ഭീകരത എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് അവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത്? ഒപ്പം തന്നെ അങ്ങയുടെ ലഹരി വിമോചന കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഹൈ പൊസിഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ട് ജീവിതം തകർന്നു പോയ നിരവധി അനുഭവങ്ങൾ അങ്ങേക്ക് പങ്കുവെക്കാനുണ്ടാകാം. ഈ ഡിബേറ്റ് കാണുന്ന അല്ലെങ്കിൽ ചർച്ച കാണുന്ന ഈ യുവജനങ്ങളോട് അങ്ങയുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്, ഫാദർ തോംസൺ? ഓക്കെ, താങ്ക് യു. ഈ നമ്മുടെ ഡ്രഗ്സിന്റെ ആ ഒരു ഉപയോഗങ്ങളും അത് നമ്മുടെ ഇന്നത്തെ ആ യൂത്തിന് വരുത്തുന്ന ആ ഒരു പ്രശ്നങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ, അതായത് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ എടുത്താല്, അതായത് 1.5 ബില്യൺ ആണ് നമ്മുടെ പോപ്പുലേഷൻ. അതിൻ്റെ അകത്ത് ഒരു 62 മില്യൺ അവര് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരാണ്. അതിൻ്റെ അകത്ത് ഒരു 9 മില്യൺസ് അത് ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് 1 മന്ത് നമ്മുടെ ആ ഡി അഡിക്ഷൻ സെന്ററിൽ തന്നെ കണ്ട കാഴ്ച ഞാൻ പറയാം. ഇപ്പോൾ ആക്ച്വലി ഇവിടെ നമുക്കിപ്പോൾ ട്രീറ്റ്മെന്റിൽ ഉള്ളത് ഇപ്പൊ 40 പേര്. ആ 40 ഈ പേരില്, അതായത് നേരെ ഹാഫ് 20 ക്ലയൻസ്, അതായത് 20 വയസ്സിന് മുകളിലുള്ളവരാണ്. പക്ഷേ ഈ കടന്ന് ബാക്കി ഒരു 15 അല്ലെങ്കിൽ ഒരു 16 പേര് 25 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പോൾ ഈ ഒരു സംഖ്യ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് എന്തുമാത്രം ഇന്നത്തെ ഈ കാലത്ത് യൂത്തിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ ആക്ച്വലി അതായത് ഈ ഒരു സോഷ്യൽ മീഡിയാസിലൊക്കെ ഈയിടെ കൂടുതലായിട്ട് വാർത്തയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ഡോക്ടർ വന്ദന ദാസുമായിട്ട് ബന്ധപ്പെട്ട കേസ്. അപ്പോൾ കാര്യം വെച്ച് കഴിഞ്ഞാല് അപ്പൊ അത് ആ ഡോക്ടർക്ക് ജീവഹാനി സംഭവിച്ചതുകൊണ്ടാണ് ഇവിടെ ചാനലുകളിലൊക്കെ വലിയ വാർത്തയായിട്ട് മാറിയത്. പക്ഷേ ഇങ്ങനെ ഈ ജീവഹാനി സംഭവിക്കാതെ പാതി ജീവനുമായിട്ട് ജീവിക്കുന്ന എത്രയോ അമ്മമാരും അപ്പച്ചന്മാരും
മക്കളും ഒക്കെ ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ നിന്ന് വന്ന് പോകുന്നതാണ്. അപ്പോൾ അത് ലൈഫ് എക്സ്പീരിയൻസ് അത് നമ്മൾ ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ ആ തീവ്രത എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനൊരു സിമ്പിള്, അതായത് ഈ ഒരു കഴിഞ്ഞ ദിവസം നടന്ന ഒരു എക്സാമ്പിൾ ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡോക്ടേഴ്സിന്റെ കാര്യം, ഈ ഡോക്ടേഴ്സ് എല്ലാം സ്ട്രൈക്ക് ആയിരുന്നു. പക്ഷേ അപ്പോൾ ഡോക്ടേഴ്സിന്റെ ലൈഫിന് തന്നെ ഇത്രയും ഭീഷണി ഈ ഒരു ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോളിക്സുകാര് ഇങ്ങനെ വരുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ഒരു മെന്റൽ ഹെൽത്ത് സെന്ററിൽ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിന് എന്ത് അല്ലെ? കാരണം അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എത്രയേറെ കൗൺസിലേഴ്സും ഡോക്ടേഴ്സും സ്റ്റാഫുകളും ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ ജീവിതത്തിനുള്ളത് എന്നും കൂടെ ഒന്ന് ചിന്തിക്കേണ്ട. കഴിഞ്ഞ ദിവസം, അതായത് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പയ്യനാണ്, ഏതാണ്ട് 19 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ ഒരു 3 days ഇവർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും. കാരണം നമുക്ക് ഇവരെ പിടിച്ചു നിർത്താനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം മൂഡ് സ്വിങ്സ് ആണ്. ഇവര് 5 മിനിറ്റ് കൂടുമ്പം ഇവരുടെ മൂഡ് മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ പറയുന്ന MDMA അല്ലെങ്കിൽ LSD, സ്റ്റാമ്പ് പോലുള്ള മാരകമായ അതായത് രാസവസ്തുക്കൾ ഇതുപോലെയുള്ള ഒരു ക്ലയന്റ് പെട്ടെന്ന് വയലന്റ് ആയിട്ട് ഈ ഞങ്ങളുടെ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന ജസ്റ്റ് ഒരു ഷോക്കേഴ്സ് ഉണ്ട്. ആ ഒരു ഷോക്കേഴ്സിന്റെ ഗ്ലാസ് ഇവന് കൈയും കൊണ്ട് ഇടിച്ച് പൊട്ടിച്ചു. അപ്പം ഞങ്ങൾ സ്റ്റാഫുകളെല്ലാം കൂടെ ഇവനെ പോയി പിടിക്കാൻ ചെന്നപ്പം ഇവന് ആ പൊട്ടിച്ച ഒരു ചില്ല് കയ്യിലെടുത്തതിന് ശേഷം അവൻ ഞങ്ങളുടെ നേരെ ഇങ്ങനെ കാണിക്കുകയാണ്. പക്ഷേ ആ സമയങ്ങളിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ വല്ലതും ആ ഒരു സമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ഡോക്ടർ വന്ദനാദാസിന് എന്ത് സംഭവിച്ചോ അതേ ഒരു സാഹചര്യവും നമുക്കും ഓരോരുത്തർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ പിന്നീട് അവസാനം അവൻ ചെയ്തത് ഞങ്ങളെ ഉപദ്രവിക്കുകയല്ല, അവന്റെ ശരീരത്ത് തന്നെ മാരകമായിട്ടുള്ള, അതായത് ഒരു സൂയിസൈഡൽ ഐഡിയേഷനിലാണ് അവൻ ഇത് ചെയ്തത്. അവൻ ആ ഒരു ചില്ല് കഷ്ണം അവൻ കയ്യിലെടുത്തിട്ട് അവൻ എന്റെ കൈ കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനുമാണ് ഞങ്ങള് എല്ലാവരും കൂടി അവന്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്ന കൂടെ അങ്ങനെ ഞങ്ങൾ പിടിച്ചു മാറ്റുകയാണ്. ഇതുപോലെയുള്ള എത്രയേറെ സംഭവങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുള്ള ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ ഇപ്പോഴത്തെ കാലത്ത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒന്ന് തന്നെ ആണ് ഇത്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ കാര്യമുള്ളൂ. അഡിക്ഷൻ, അത് ആൽക്കഹോൾ ആകട്ടെ ഡ്രഗ്സ് ആകട്ടെ, ഇതൊരു രോഗാവസ്ഥയാണ്. അപ്പൊ ഈ ഒരു രോഗത്തെ കുറിച്ച് WHO 1956 ഇതിനൊരു രോഗമായിട്ട് പ്രഖ്യാപിച്ചു. ഈ രോഗത്തിനുള്ള പ്രത്യേകത ഇതാണ്: ഈ രോഗം ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അതായത് വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക് എന്ന. ഒരു തവണ അഡിക്റ്റ് ആയാൽ ആ വ്യക്തി ജീവിതകാലം മുഴുവനും അഡിക്റ്റ് ആയിരിക്കും. ആ അഡിക്ഷനിൽ നിന്നും മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. കാരണം ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഈ ഡ്രഗ്സ് കാണുമ്പോൾ, ഫോർ എക്സാമ്പിൾ, അതായത് ഒരു നമ്മൾ എന്തെങ്കിലും ഒരു TV കാണുമ്പോൾ അല്ലെങ്കിൽ ഫോണിന്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും വീഡിയോ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടത് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യക്തിക്കും ഉപയോഗിക്കാനുള്ള പ്രേരണ വീണ്ടും ഉണ്ടാകും. അപ്പോൾ ഇതൊരിക്കലും മാറത്തില്ല. അതായത് ഒരു തവണ അഡിക്ഷനിലേക്ക് വന്നാൽ ലൈഫ് ലോങ് ഒരു വ്യക്തി അഡിക്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം അഡിക്റ്റ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടത് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ്, കെയറിങ് ആണ്. ഒപ്പം ഇനി എത്തുന്ന ഒരു വലിയ ജനറേഷൻ ഉണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട്, കാരണം എത്രമാത്രം അവയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്താലും അതുകൊണ്ടൊന്നും ആകത്തില്ല. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തന്നെ ജസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ഇതിനു പോലെ പ്രയത്നിച്ച് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മളെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനുവേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം കൂടുതൽ ആൾക്കാരെ, അതായത് കൂടുതൽ സോഷ്യൽ വർക്കേഴ്സിനെ ഈ ഒരു മേഖലയിലേക്ക് ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ജോലിയല്ല, നല്ലവണ്ണം സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ള ജോലിയാണ്. കാരണം നമ്മൾ ഇവിടെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഈ യൂത്ത് ഒക്കെ ആയിട്ട് മണിക്കൂറുകളോളം നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ ആക്ച്വലി റിവീൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക്, അതായത് ഔട്ട്സൈഡിലേക്ക് ഒരിക്കലും നമുക്ക് വെളിപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. കാരണം
കാരണം ഒരു വ്യക്തിയെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ആ കൗൺസിലിങ്ങിന് ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. കാരണം അതൊന്ന് മെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്ത ഒരു മേഖലയാണ് കൗൺസിലിംഗ് എന്നെങ്കിൽ ഒത്തിരിയേറെ റിയാലിറ്റീസ് ഇന്ന് ലോകം അറിഞ്ഞാൽ. കാരണം ഇത്രയൊക്കെയാണ് കാരണം മെയിനായിട്ട് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത് സാർ. ഓക്കെ, ഞാൻ തിരിച്ചു വരാം ഫാദർ തോംസൺ. ഓക്കെ. ശ്രീ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ, പറയാം, കഴിഞ്ഞ മെയ് 13 കൊച്ചി തീരത്ത് നിന്നും NCBയും ഒപ്പം തന്നെ ഇന്ത്യൻ നേവിയും നടത്തിയ സംയുക്തമായ ഒരു ഓപ്പറേഷൻ ഉണ്ട്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മയക്കുമരുന്ന് വേട്ട, 15,000 കോടി രൂപയുടെ മയക്കുമരുന്ന് വേട്ട. ഒപ്പം തന്നെ ആ ഒരു മദർഷിപ്പ് മുക്കിക്കളഞ്ഞു. നിരവധി മയക്കുമരുന്ന് പാക്കേജുകൾ ആ കപ്പലിലുണ്ടായിരുന്നു. അതിന്റെ ഒരു മൂല്യം ഇതുവരെ തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഈ മയക്കുമരുന്ന് ഇത്രയും നേരം നമ്മോട് സംസാരിച്ച അതിഥികൾ അതിന്റെ ഒരു ഹെൽത്ത് എഫക്റ്റ് അല്ലെങ്കിൽ അത് കൾച്ചറലായി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ മറ്റൊരു പോയിന്റ് ഇതിന്റെ അകത്തില്ലേ ശ്രീ വി സി സെബാസ്റ്റ്യൻ? ഒരു സമാന്തരമായിട്ടുള്ള ഒരു എക്കണോമിക് സംവിധാനം, പ്രത്യേകിച്ച് നാർക്കോട്ടിക് മാഫിയയുടെ ഒരു കറുത്ത കരങ്ങൾ കാരണമായിട്ടില്ലേ? പ്രത്യേകിച്ച് ഇതിന്റെയൊക്കെ ഒരു ലാഭം എന്ന് പറയുന്നത് കോടികളാണ്. ഒരു ഗ്രാമിന് 10,000 രൂപ വരെ ഈടാക്കുന്നു. അത് കസ്റ്റമേഴ്സിലേക്ക് എത്തുമ്പോൾ ഒരു മൂല്യം നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ സമാന്തരമായ ഒരു എക്കണോമിക് സംവിധാനം കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ രൂപീകരിച്ച് അത് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരു ആയുധമായി ഈ നാർക്കോട്ടിക് മാഫിയ അത് യൂസ് ചെയ്യുന്നില്ലേ ശ്രീ വി സി സെബാസ്റ്റ്യൻ? തീർച്ചയായിട്ടും എനിക്ക് ഇതിന്റെ ആമുഖമായിട്ട് പറയാനുള്ളത് നമ്മുടെ ചർച്ചയുടെ ആമുഖത്തെ തന്നെ സൂചിപ്പിച്ച കാര്യത്തെക്കുറിച്ചാണ്. 2021 സെപ്റ്റംബർ മാസം 8-ാം തീയതി കുറവലങ്ങാട്ടിൽ നിന്ന് ഒരു പ്രവാചക ശബ്ദം കേരളം കേട്ടു. ആ ശബ്ദം 100% ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നമ്മുടെ പല ചർച്ചകളിലും പങ്കുവെച്ച ഒരു കാര്യം ഇപ്പോൾ പ്രത്യേകം ഓർക്കുകയാണ്. മറ്റൊന്നുമല്ല, KK ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അത് കാശ്മീരിന് ശേഷം കാശ്മീരിൽ ഭീകര പ്രസ്ഥാനങ്ങള് ശക്തമായിരുന്ന കാലത്ത് കഴിഞ്ഞ നാളുകളിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് അത് അടിച്ചമർത്തി. ഇപ്പോൾ പ്രിയപ്പെട്ട ജോസഫ് സാർ പറഞ്ഞതുപോലെ ഇത് കടലോരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം, തെക്കേയുള്ള സ്ഥലം, ഇപ്പൊ ഈ ഭീകരവാദത്തിന്റെ എല്ലാം വേരുകള് ഈ തെക്ക് ഭാഗത്തുള്ള കേരളത്തിൽ വന്നെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളാരുമല്ല, കേന്ദ്ര സർക്കാരും UN എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ തെളിച്ചങ്ങ് പറയട്ടെ, ഇപ്പോഴുള്ള ഈ നാർക്കോട്ടിക് ഇഷ്യൂ, ഈ മയക്കുമരുന്നിന്റെ ഒക്കെ ഈ കടത്ത്, അത് ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുകയും ഭീകരവാദ ശക്തികളെ തീറ്റിപ്പോറ്റാനും വേണ്ടിയാണ് എന്നുള്ളതിന് നമ്മളങ്ങ് പറയുന്നതിൽ യാതൊരു അപാകതയുമില്ല. തൻ്റെ ഇടത്തോടെ പറയാൻ മടിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. വാസ്തവത്തിൽ ജോജി, നമ്മുടെ അവസ്ഥ എന്താണ് ശരിക്കും പറഞ്ഞാൽ? കേരളത്തിന്റെ അവസ്ഥ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം. നമ്മൾ ഇത് ദൈവത്തിന്റെ സ്വന്തം നാട്, ലോകത്തിന്റെ ഒരു കാനാന്തേശം, സാക്ഷര സമൂഹം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊട്ടിഘോഷിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത്രയും ദയനീയം പിടിച്ച ഒരു സ്ഥലം ഇന്ന് ഇന്ത്യയിലും ലോകത്തിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ഇനി കാണേണ്ട കാര്യങ്ങളാണ്. ഭീകരവാദത്തിന്റെ താഴ്വാരമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വശത്ത്, സാമ്പത്തിക അടിത്തറ തകർന്നുകൊണ്ടിരിക്കുന്ന കടബാധ്യതയുള്ള ഭരണ സംവിധാനം ഒരു വശത്ത്, വന്യമൃഗങ്ങൾ കടിച്ചു കയറുന്ന ഒരുപറ്റം മനുഷ്യ ജന്മങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം കേരളം, അത് കാർഷിക മേഖല തകർന്നടിഞ്ഞിരിക്കുന്നു, വനവൽക്കരണ പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയ അടിമത്വവും രാഷ്ട്രീയ വിലപേശലും രാഷ്ട്രീയ ആഭാസവും കൊണ്ട് ജനം മടുത്തിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യുവത്വം മുഴുവൻ പലായനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആഗോള ഭീകരവാദത്തിന്റെ അടിവേരുകൾ കേരളത്തിലാണെന്നുള്ളതും പരസ്യമായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഭീകരവാദത്തിന്റെ കണ്ണിയായിട്ട്, ഘടകമായിട്ട്, അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകൾ എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഭീകരവാദത്തിന്റെ പ്രധാനപ്പെട്ട ഏതാണ്ട് 5 ഘടകങ്ങളാണുള്ളത്. അതിലെ പ്രധാനപ്പെട്ട ഘടകമാണ് മയക്കുമരുന്നുകൾ. രണ്ടാമത് സ്ത്രീകളെ ഉള്ള ഉപയോഗങ്ങൾ, സ്ത്രീകളെ വെച്ചുള്ള വ്യാപാരങ്ങള്, സ്ത്രീകളെ മുൻനിർത്തിയുള്ള പീഡനങ്ങള്. മൂന്നാമത് ആഗോള ഭീകര താണ്ഡവങ്ങള്, അത് കൊലപാതകമായിട്ടും സംഘടിത അക്രമമായിട്ടും വരും. മറ്റത് നാലാമത് ആഭ്യന്തര വിപ്ലവം.
അഞ്ചാമത് പലായനം. ഈ പല രാജ്യങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ഇതാണ്. അഫ്ഗാനിസ്ഥാൻ, താലിബാൻ, ഇറാൻ, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവോൾവ്മെന്റ് ആണ് ഈ മേഖലയിൽ, മയക്കുമരുന്നിന്റെ മേഖലയിൽ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ രാജ്യങ്ങളുടെ നിയന്ത്രണത്തില് മുൻകാലങ്ങളിൽ കള്ളനോട്ടുകളുടെ അടുത്തത് ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയെയും ജനങ്ങളെ തകർക്കാൻ വേണ്ടി മയക്കുമരുന്നുകൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പിടിക്കപ്പെട്ടത്. ജോജി സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ വേട്ട ഉണ്ടായിട്ടുണ്ട്. 2013 മെയ് 11 തീയതി, 2021 മാർച്ച് 18 ശ്രീലങ്കയിൽ നിന്നുള്ള ബോട്ട് AK-47 തോക്കും വെടിയുണ്ടകളുമായിട്ട് നമ്മുടെ അതിർത്തിയിൽ തന്നെയല്ലേ നമ്മൾ പിടിച്ചത്. കഴിഞ്ഞ നാളിൽ മാലിദ്വീപിന്റെ ചുറ്റുപാടുമായിട്ട് വൻ കടത്ത് നമ്മൾ പിടിച്ചിറക്കി കഴിയുമ്പോൾ അതൊരു സാമുദായിക പ്രശ്നമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാര് ഒക്കെ ആരോപിച്ചു. അതൊരു സമുദായത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമമാണ്. പക്ഷെ വസ്തുതയല്ലായിരുന്നു. 2021 മാർച്ച് 18 ശ്രീലങ്കയിൽ നിന്നുള്ള ബോട്ട് AK-47 തോക്കും ആയിരക്കണക്കിന് വെടിയുണ്ടകളുമായിട്ട് കേരള തീരത്ത് നിന്ന് പിടിച്ചത്. 2021 സെപ്റ്റംബറിൽ 21,000 കോടി രൂപയുടെ 3000 കിലോ അഫ്ഗാൻ ഹെറോയിൻ ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് നിന്ന് പിടിച്ചത് നമ്മൾ ഓർക്കണം. അങ്ങനെ വരുമ്പോഴ് പഞ്ചാബ്, ഗുജറാത്ത്, കേരളം ഇങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് കേരളം വന്നിരിക്കുന്നു. ഹെറോയിൻ, മയക്കുമരുന്ന് ഇതുപോലെയുള്ളതിന്റെ ഇറക്കുമതി കേന്ദ്രമായിട്ട്. വാസ്തവത്തിൽ നമ്മൾ അറബിക്കടലിലെ റാണി എന്ന് കൊച്ചിയെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നാർക്കോട്ടിക് റാണി എന്ന് വളരെ വേദനയോടെ നമുക്ക് വിളിക്കേണ്ടി വരികയാണ്. കൊച്ചി നമ്മുടെ മഹത്തായ പാരമ്പര്യവും പൈതൃകവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന കൊച്ചിയെ കുറിച്ച്. ഇവിടെ അല്പം മുമ്പ് സൂചിപ്പിച്ച ആ നമ്മുടെ കോവിഡ് കാലത്തെ കുറിച്ച് എനിക്കൊന്ന് പരാമർശിക്കാതെ തരമില്ല. ശരിക്കും കോവിഡ് മഹാമാരി മാറ്റിമറിച്ച ഒരു സാമൂഹിക വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കോവിഡിന്റെ സമയത്ത് അനേകായിരങ്ങളിൽ ജീവനെടുക്കപ്പെട്ടു, ശരിയാണ്. പക്ഷേ സാങ്കേതിക വിജ്ഞാനം ജനങ്ങളിൽ വർദ്ധിച്ച സ്വാധീനം ഈ കാലഘട്ടത്തിൽ ചെലുത്തിയുണ്ടായി. ഓൺലൈൻ ലോകം മുഴുവൻ കീഴടക്കി. അതേസമയം വിജ്ഞാനത്തോടൊപ്പം പല വൈദ്യങ്ങളും നമ്മുടെ ഇടയിൽ കടന്നുകൂടി. ആ വൈദ്യങ്ങളുടെ ഭാഗമായിട്ട് ഓൺലൈൻ വ്യാപാരങ്ങളുള്ള കമ്പനികളുമായിട്ട് നമ്മുടെ പുതുതലമുറ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ പലരും, മാതാപിതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ബന്ധപ്പെട്ടു. പുത്തിന് അറിവുണ്ടാകുന്നു, പുത്തിന് അറിവിനെ കുറിച്ചുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ വലിയ വലിയ അപകടങ്ങളിലൂടെ ക്ഷണിച്ചു വരുത്തി. വീടുകളിലെ ബന്ധങ്ങൾക്ക് മറ്റൊരു രൂപം ഉണ്ടായി. എല്ലാവരും സ്വന്തം ലോകത്ത്, സ്വന്തം മുറികളിലൊക്കെ അങ്ങ് കൂടി. ലോകം ചെറുതായി. അപ്പനകന്നു, അമ്മയകന്നു, മക്കളകന്നു. അപ്പോഴ് ഇവരുടെ ഇടയിലേക്ക് ആരും അറിയാതെ കടന്നു വന്നു ലഹരി. അത് തപാലിൽ വന്നു, പാഴ്സലിൽ വന്നു, സ്റ്റാമ്പിൽ വന്നു, ക്യാപ്സൂളിൽ വന്നു, കൊറിയറിൽ വന്നു. മനുഷ്യനെ തന്നെ കരിയർമാരായിട്ട് മാറ്റിയെടുത്തിട്ടുള്ള ലഹരിയുടെ സ്വാധീനം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നത് നാം മറന്നുപോയി, അറിയാതെ പോയി എന്നുള്ളതല്ലേ വാസ്തവം. അമ്മയാര്, പെങ്ങളാര്, സമൂഹമാര്, നിയമമില്ല, എല്ലാം ഡ്രഗ്സിന്റെ കീഴിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു തലമുറ നശിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാട്ടില്. അതിന്റെ ഭീകരത ആ വാക്കുകളിൽ ഒതുങ്ങാവുന്നതല്ല. അതിഭീകരമാണിത്. അത് കുട്ടികൾക്ക് പ്രിവെന്റീവ് മെത്തേഡ്സ് പറഞ്ഞു കൊടുത്തത് കൊണ്ടോ മറ്റ് ട്രീറ്റ്മെന്റിലേക്ക് വന്നതുകൊണ്ടോ മാത്രം പരിഹരിക്കപ്പെടുന്നില്ല. ഇതിന്റെ കാരണങ്ങളിലേക്ക് പോവുകയും സർക്കാർ തലത്തിലും ജനകീയമായ പ്രവർത്തനങ്ങളുടെ പരിഹാരം കണ്ടില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു ഒരു തലമുറയുടെ പുറകോട്ടൊന്നും എടുത്തു നോക്കി. ഒരു 3 തലമുറ പണ്ട് നമ്മുടെ വലിയ കാരണവന്മാരായിട്ട് കുറച്ച് കള്ളു, ചിലപ്പം കഞ്ചാവ്, കാരണവന്മാർ അതൊക്കെ ചെയ്തു കഴിഞ്ഞ അവസാനം വീട്ടിൽ ലഹളയായി. ഭാര്യയും മക്കളും ഭയത്തോടു കൂടി ജീവിക്കുന്നു. വൈകുന്നേരങ്ങളിൽ അന്തിക്കള്ള് കുടിച്ച് ബഹളമുണ്ടായി, തമ്മിലടിച്ച് തകർന്ന കുടുംബങ്ങളുടെ ഒരു ചിത്രമുണ്ടായിരുന്നു പഴയ കാലത്ത്. അത് മാറി. പിന്നെ മാതാപിതാക്കളിൽ നിന്ന് മുതിർന്ന മക്കള് ആ പാരമ്പര്യം ഏറ്റെടുത്തു. വിദേശ മദ്യമായി, പിന്നെ സ്റ്റാറ്റസിന്റെ ഭാഗമായി മദ്യ ഉപയോഗം. മദ്യപിക്കാത്തവൻ സമൂഹത്തിൽ കൊള്ളത്തില്ലാത്തവൻ എന്ന് പറഞ്ഞൊരു കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നു. കമ്പനി കൂടി വിദേശ കുടിയേറ്റം വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു കുപ്പിയുണ്ടോ എന്നുള്ള പല സുഹൃത്തുക്കളും ചോദിക്കുന്നു.
കുപ്പിയുടെ കൂടത്തിൽ പെർഫ്യൂമിന്റെ കൂടത്തിൽ കുപ്പിയും കൂടെ വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു കൾച്ചർ പിന്നെ വന്നു. കോളേജുകള്, യുവജനങ്ങളുടെ കേന്ദ്രമായി കോളേജുകളുടെ പാർട്ടികള്, കമ്പനികള്, ഇവിടങ്ങളില് പിന്നെ മദ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറി, നമ്മൾ അറിയാതെ തന്നെ. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ ഭവിഷ്യത്ത്, പ്രിയപ്പെട്ട അച്ഛനും പ്രിയപ്പെട്ട യോസഫ് സാറും സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലേക്ക് വളരെ വളരെ ഗൗരവമായിട്ട് അത് കടന്നു ചെന്നിരിക്കുകയാണ്. കുട്ടികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്, നമ്മുടെ സ്കൂളുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. വിതരണക്കാരാകട്ടെ, പണ്ട് നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ കരുതുന്നുണ്ടോ സ്ത്രീകളെ മയക്കുമരുന്നിനൊക്കെ, അല്ലെങ്കിൽ വാറ്റിന്റെ പേരില്, അല്ലെങ്കിൽ കള്ളിന്റെ പേരില്, അല്ലെങ്കിൽ വിദേശ മദ്യത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതായിട്ട്? ഞാൻ വളരെ അത്ഭുതത്തോടെ കാണുകയാണ്. മയക്കുമരുന്നിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് 5 പേരുണ്ടെങ്കിൽ അതിൽ 2 പേര് സ്ത്രീകളാണ്. ഇതെങ്ങനെ മാറ്റുന്നു? ഒരാൾ പാഠശാലക്കാരനാണെങ്കിൽ അടുത്ത സ്ത്രീയെ മലപ്പുറമോ കോഴിക്കോടോ ആയിരിക്കും. ഇതെങ്ങനെ ഇത് രൂപീകരിക്കപ്പെടുന്നു? അവിടെയാണ് ശ്രീ വി സി സെബാസ്റ്റ്യൻ നേരത്തെ നാം അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ ഇൻട്രോയിലും പറഞ്ഞൊരു കാര്യം, പ്രത്യേകിച്ച് പാലാ ബിഷപ്പ് അത്തരം ഒരു പരാമർശം നടത്തി, അത്തരം ഒരു മുന്നറിയിപ്പ് നൽകി. അതിന്റെ ഒരു മതം ചേർത്ത്, അതിന്റെ ഒരു സത്ത, അതിന്റെ ആ ഒരു അന്തസത്ത ഉൾക്കൊള്ളാതെ അതിനെ കാടടിച്ചങ്ങ് വിമർശിക്കുന്ന ഒരു ശൈലി, അതിന്റെ ഒരു വിലയല്ലേ കേരളം ഈ നാളുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കുറച്ചുകൂടി ഒരു പക്വത, ഈ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനും ഒക്കെ അപ്പുറമായി ഇത്തരം മുന്നറിയിപ്പുകളെ ഒന്ന് സ്വീകരിക്കുവാൻ, കാണുവാൻ ഉള്ള ഒരു പക്വത സ്വീകരിക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ ശ്രീ വി സി സെബാസ്റ്റ്യൻ? അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, വർഗീയപരമായിട്ടുള്ള വലിയ ധ്രുവീകരണം നമ്മുടെ നാട്ടിൽ ഇന്ന് വന്നിരിക്കുകയാണ്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളില്, എന്റെ സമൂഹം, ഞാൻ വളർന്നു വന്ന സമൂഹം, അവിടെ മാറിയുള്ളൊരു ചിന്താഗതികൾ ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ തന്നെ ഉദാഹരണം എടുക്ക്. നമ്മള് ക്രിസ്ത്യാനിയാണോ, ഹിന്ദു ആണോ, മുസ്ലിം ആണോ എന്ന് നോക്കിയാണോ ഗ്രാമത്തിൽ നമ്മൾ സ്ഥാപനങ്ങൾ തുടങ്ങിയത്? നമ്മുടെ സിസ്റ്റേഴ്സ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും എല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചല്ലേ നമ്മൾ പ്രവർത്തിച്ചത്. ഇന്നും നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷെങ്കില് ഇവിടെ വർഗീയതയുടെ വിഷബീജം വിളമ്പുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കുവച്ചിട്ടുണ്ട്. അധികാരത്തിൽ ഏറാൻ വേണ്ടി വർഗീയപരമായിട്ട് ജനങ്ങളെ ചിതറിപ്പിക്കുകയാണ്. ഇപ്പോഴും വർഗീയതയ്ക്ക് വളം വെച്ച് കൊടുക്കുന്ന ആരാണ്? ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മത നേതാക്കന്മാരല്ല, ഒരു മതത്തിലെ നേതാക്കന്മാരല്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവരുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന വർഗീയ ഭ്രാന്ത് പിടിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അധപ്പതനമാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. ഇനി ജോജി പറഞ്ഞ ഒരു കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഈ കഴിഞ്ഞ നാളുകൾ ഒരു അന്വേഷണം നടത്തി. നമ്മുടെ നിയമസഭാ മെമ്പർമാര്, പല ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും, ഇവരുടെ എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട്? നമ്മുടെ നാട്ടിലെ ഏത് കോളേജിൽ പഠിക്കുന്നുണ്ട്? ഇവരുടെ മക്കൾ പലരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യല്ലേ? കഴിഞ്ഞ ഒരു ദിവസം ഒരു വ്യാപാര കരാറുകളെ കുറിച്ചുള്ള സെമിനാറില് അതിന്റെ അവതാരകനായിട്ട് ഞാൻ പോവുകയുണ്ടായി. അതിൽ പ്രസംഗിച്ച ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് വളരെ ആവേശത്തിൽ അമേരിക്കയുടെ ബൂർഷ നിലപാടുകളെ കുറിച്ച് വളരെ ആവേശത്തിൽ പ്രസംഗിച്ചു. അദ്ദേഹം അടുത്തിരുന്ന് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ പോക്കറ്റിൽ നിന്ന് എടുത്ത ഫോൺ ഐഫോണാണ്, അമേരിക്കയുടെ ഫോണാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ആരൊക്കെയുണ്ട് വീട്ടിൽ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ 2 മക്കളുള്ളത് അമേരിക്കയിലാണ്. അമേരിക്കയുടെ ഐഫോൺ ഉപയോഗിക്കുന്നു, അമേരിക്ക 2 മക്കളുള്ള ആളാണ് ഇവിടുത്തെ അമേരിക്കക്കെതിരായിട്ട് പൊതുസദസ്സിൽ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം. ഇതാണ് നമ്മുടെ സമൂഹം കാണേണ്ട കാര്യം. ഈ രാഷ്ട്രീയ അധപ്പതനവും രാഷ്ട്രീയ വേർതിരിവും വർഗീയവാദങ്ങളും സൃഷ്ടിക്കുന്നവര് ഈ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സേഫ് സോണിലാണ്, അവരുടെ മക്കൾ സേഫ് സോണിലാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ സെബാസ്റ്റ്യൻ. തീർച്ചയായും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഈ ഇരട്ടത്താപ്പും ഒപ്പം തന്നെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള നിലപാടുകളും തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ശ്രീ സി ജോസഫ്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഡ്രഗ് മാഫിയയുടെ ആ ഒരു പോയിന്റിലേക്ക് തന്നെ എത്താം. ഇനി അങ്ങ് 8-9 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വൽ തോതിലുള്ള ലഹരി വേട്ട
കേരള തീരത്ത് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ഗുജറാത്തിലെ മുദ്ര തുറമുഖവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുമ്പോൾ, ഈ അടുത്ത നാളുകളിൽ ഉയർന്നു വരുന്ന ഒരു പേരാണ് ഈ ഹാജി സലീം നെറ്റ്വർക്ക് എന്നുള്ള ഒരു ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ, അവരുടെ ഒരു സ്വാധീനം എത്രത്തോളം ശക്തമാണ്, പ്രത്യേകിച്ച് ഈ അറബിക്കടലിൽ ഇന്ത്യയെ തകർക്കുവാൻ, അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുവാൻ, ഇന്ത്യയിലെ യുവജനതയെ തകർക്കുവാൻ അവർ നടത്തുന്ന പ്രക്രിയകൾ, അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രവർത്തികൾ എത്രത്തോളം ശക്തി പ്രാപിക്കുന്നുണ്ട് ഈ നാളുകളിൽ, അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ ശ്രീ സി ജോസഫ്? ഇവിടെ ഒരിക്കലും രണ്ട് ഡയമെൻഷൻ ഒന്ന് പറയാം. നമ്മള് സബ്സ്റ്റൻസ് അല്ലെ ഡ്രഗ്സിന്റെ കോണ്ടെക്സ്റ്റ് എടുക്കുമ്പം നമ്മളെപ്പോഴും പറയുന്ന ഒരു സപ്ലൈ സൈഡ് ഉണ്ട്, ഒരു ഡിമാൻഡ് സൈഡ് ഉണ്ട്. ഡിമാൻഡ് സൈഡാണ് നമ്മുടെ എൻഫോഴ്സ്മെന്റ് കുറയ്ക്കാൻ, സപ്ലൈ സൈഡാണ് നമ്മുടെ എൻഫോഴ്സ്മെന്റ് കുറയ്ക്കാൻ നോക്കുന്നത്. NCB, എക്സൈസ്, ഗവൺമെന്റിന്റെ പല ഇത് സപ്ലൈ വരാതെ ഇരിക്കാൻ നോക്കുന്നു. ഞങ്ങളെ പോലെയുള്ള ഓർഗനൈസേഷൻസ് ഇതിന്റെ ഡിമാൻഡ് കുറയ്ക്കാൻ നോക്കുന്നു. പല രീതിയിൽ ഇത് ആൾക്കാരിലേക്ക് എത്താതെ ഇരിക്കാനും ആൾക്കാർ ഇതിൽ അഡിക്റ്റ് ആകാതെ ഇരിക്കാനും നോക്കുന്നു. അപ്പം ഒരു ഡയമെൻഷനിൽ നല്ല പുഷുണ്ട്, നല്ല രീതിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ 12,000 crores കേരളത്തിലേക്ക് ഡ്രഗ്സ് അയക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്രയും പർച്ചേസിംഗ് പവർ ഉണ്ട്. പർച്ചേസിംഗ് പവർ ഇനി ഇത് കേരളത്തിലേക്കാണോ അല്ലയോ അതൊക്കെ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേരളം ഇസ് എ ഹോട്ട് ബെഡ്. ഇന്ന് കേരളം ഇസ് എ ഹോട്ട് ബെഡ്. ഇന്ന് ഇവിടെ പല സബ്സ്റ്റൻസസും അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടുത്തെ പിള്ളേരെ ഇതിന്റെ പല രീതിയിലാണ് ഇത് കൊണ്ടുവരുന്നത്. ആദ്യം ഫ്രീ ആയിട്ട് കൊടുക്കും, പിന്നെ പല ഡിമാൻഡ്സ് വെക്കും സബ്സ്റ്റൻസ് കിട്ടാൻ വേണ്ടി, പലതും ചെയ്യേണ്ടി വരും. അപ്പം ഒരു ഓർഗനൈസേഷനെ കൊണ്ടൊന്നും ഇത് നടക്കുകയല്ല. ഇത് ദർ ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻസ്, ദർ ഇസ് എ നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ. അപ്പൊ അതിന്റെ സപ്ലൈ സൈഡ് സീരിയസ്ലി ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്യേണ്ടി വരും. നമ്മുടെ ലീഗൽ ഇപ്പൊ പിടിച്ചു എന്ന് പറയുന്നു. പലപ്പോഴും നമ്മൾ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, പിടിക്കുന്നത് 1% മാത്രമാണ്. ഇത്രയും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു 70-80% പിടിക്കാതെ പോയിട്ടുണ്ട്. അപ്പം കേരളത്തിലേക്ക് വന്നിരിക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുകയല്ല. അപ്പം ടു ഡയമെൻഷൻസ്, രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. രണ്ട് സപ്ലൈ സൈഡും ഡിമാൻഡ് സൈഡും രണ്ട് രീതിയിലാണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അത് ഒരുമിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ പ്രശ്നമുണ്ട്. ഇതൊരു അടുത്ത 5-6 ഇയേഴ്സിലേക്ക് പ്രശ്നം കൂടുകയേ ഉള്ളൂ, കുറയാൻ പോകുന്നില്ല. കാരണം അഡിക്ഷന്റെ ഒരു സയൻസ് അങ്ങനെയാണ്. പക്ഷെ നമ്മളൊരു 10 വർഷത്തെ ഒരു പ്ലാൻ എടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മള് കുറെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, കുറെ പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നല്ലാതെ വി വിൽ നോട്ട് ബി ഏബിൾ ടു ഫൈൻഡ് എ സൊല്യൂഷൻ. വേണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതൊരു യുദ്ധം ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു 10-15 years ഒന്ന് പ്ലാൻ ചെയ്ത് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ അച്ഛൻ പറഞ്ഞ അച്ഛന്റെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ അച്ഛന്റെ അടുത്ത് എത്തുന്നത് തന്നെ ഒരു വളരെ സ്മോൾ പെർസെന്റേജ് അല്ലേ അച്ഛോ? എത്താത്ത എത്രയോ ഫോൺ വന്ന് അമ്മമാര് പറയാം, ഈ കൊച്ചിനെ എങ്ങനെയല്ലോ ഒന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നാ പറയുന്നത്. പക്ഷെ എങ്ങോട്ട് കൊണ്ടുപോകാനാ? കേരളത്തിന്റെ വേറെ ഒരു പ്രത്യേകത, ബിലോ 18 പിള്ളേർക്ക് സബ്സ്റ്റൻസ് അബ്യൂസിന് ഡി അഡിക്ഷൻ സെന്റേഴ്സ് വേണേ 1-2 ഉണ്ടെന്ന് വേണേ പറയാം. ചൈൽഡ് ഫോക്കസ്ഡ് സെന്റേഴ്സ് ഇല്ല. നിയമത്തിൽ പലപ്പോഴും ഒരു കുട്ടിയെ പോലീസ് പിടിച്ച എന്ത് ചെയ്യണമെന്ന് പോലീസിന് പോലും പലപ്പോഴും അറിയത്തില്ല. കാരണം കുട്ടിയുടെ അതാ സാറേ ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചത്, ഇപ്പോൾ മയക്കുമരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിലേക്ക്. അതെ, അവരെ ടാർഗറ്റ് ചെയ്തു. കാരണം അവരാണ് അടുത്ത ഫ്യൂച്ചർ വരാൻ പോകുന്നത്. ചെറുപ്പത്തിൽ പിടിച്ചാൽ അത്രയും അവർക്ക് അഡിക്ഷൻ സൈക്കിൾ കൂടും. ഒരു മുതിർന്നയാളെ പിടിച്ചാൽ 5 വർഷമേ കിട്ടുള്ളൂ. കുട്ടിയെ പിടിച്ചാൽ ഇപ്പൊ 10-15 വർഷം ഒരു അഡിക്റ്റിനെ കിട്ടുവാണ്. അച്ഛൻ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞാൽ ഇതൊരു നമ്മളിപ്പം ഹാർട്ട് അറ്റാക്ക് അല്ലെ ക്യാൻസർ കൂടി ഇപ്പം കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതേപോലെ അഡിക്ഷൻ കൂടുന്നു. ഇറ്റ് ഇസ് എ ഡിസീസ്. നമ്മൾ ഒരുമിച്ച് നിന്ന് സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്ന് പല സാധനങ്ങളും പ്ലാൻ ചെയ്യേണ്ടി വരും. അതെ, ഞാൻ പറഞ്ഞില്ല, അവയർനെസ് ഒരു തുടക്കം മാത്രമായിട്ട് ഒരു പോയിന്റ് മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ സ്കൂളുകളിൽ പോകുമ്പോൾ പിള്ളേർക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ അറിയാം. സാറ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സംഭവിച്ച് കാണുന്നത്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു വലിയ പ്രായമില്ലാത്ത ഒരു യൂത്തിനെ പിടിച്ച്
ജയിലിൽ ഇട്ടാല് ഒന്നെങ്കിൽ അവൻ അവിടെ കിടന്ന് ഈ പോലീസുകാരൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡ്രഗ്സ് കേസ് വന്നാൽ അവരെ നേരെ ഡി അഡിക്ഷനിലേക്ക് വിടുകയാണ്. കാരണം പോലീസുകാർക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്റ്റേഷനിൽ കിടന്ന ഇവര് ആത്മഹത്യ ചെയ്താൽ അത് ഫുൾ റെസ്പോൺസിബിലിറ്റി അവരുടെയാണ്. അപ്പൊ അവരെല്ലാരും ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഏതെങ്കിലും ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഡി സെന്ററിലാക്കുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള ആ ഒരു നിയമ സംവിധാനത്തിനും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെയുള്ള വലിയ ആപത്തിലേക്കാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സത്യമായ ഗവൺമെന്റോടെ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, പോലീസിനൊക്കെ കൂടെ കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് എങ്ങനെ ഒരു കുട്ടിയെ കൂടെ നമുക്ക് ഒന്നെങ്കിൽ പേടിപ്പിച്ച് വിടും, അല്ലെ വഴക്ക് പറഞ്ഞുവിടും, അല്ലെ അച്ഛൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കൊണ്ടേ ആക്കിയിട്ട് അങ്ങ് പോവുക. അത് ഇതിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ കാണുന്നില്ല. നമുക്കൊക്കെ ക്വിക്ക് ഫിക്സാ ഇപ്പം എന്നാ. അപ്പം വി വിൽ ഹാവ് ടു വർക്ക് ലോങ് ടേം. സാറേ പിന്നെ ഇതിന്റെ ആക്ച്വലി അതായത് ഫാമിലി മെമ്പേഴ്സിന് പോലും കൂടെ നിൽക്കാനായിട്ട് പേടിയാണ്. കാരണം അതായത് നമ്മുടെ ഇവിടെ ഒരു അഡ്മിഷൻ വന്നാല് ഒരു മാക്സിമം ഫസ്റ്റ് 3 days ഈ ഒരു ക്ലൈന്റിന്റെ കൂടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും കാണണമെന്നുണ്ട്. കാരണം അവർ ചിലപ്പം വയലന്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അവർക്ക് സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാവും. അപ്പം ഈ ഫാമിലി മെമ്പേഴ്സിന് ഇവരുടെ കൂടെ സ്റ്റേ ചെയ്യാൻ പേടിയാണ്. അപ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പിള്ളേർ സെറ്റ് ഇപ്പോൾ. അച്ഛൻ പറഞ്ഞാലും ഒന്ന് ആഡ് ചെയ്യുന്ന, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പിള്ളേരെ ഫാമിലി മെമ്പേഴ്സിന് നിൽക്കാൻ പോലും പറ്റില്ല അച്ഛൻ. കാരണം അവർ ഒരു ദിവസത്തെ ജോലി വിട്ട് വന്നാൽ അന്ന് വീട്ടിൽ കഞ്ഞിയില്ല. അപ്പൊ ഞങ്ങള് വോളണ്ടിയേഴ്സിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ശരിക്കുമുള്ള കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് എപ്പോഴും ഫാമിലിയിലേക്ക് തന്നെയാണ്, കുടുംബങ്ങളിലേക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം തിരക്കിൻ്റെതായ ഒരു ഫാമിലി സ്ട്രക്ചറിലൂടെയാണ് പോകുന്നത്. കുടുംബ ബന്ധങ്ങളില് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഞാൻ പറയാം. ഞാൻ ഇതുമായിട്ട് കുറച്ച് ബന്ധപ്പെടുന്ന ഒരാളായതുകൊണ്ട് പറയാണ്. ഒരു പുതിയതായിട്ടൊരു വീട് പണിത് കഴിഞ്ഞാൽ ആ വീടിനകത്ത് തന്നെ ഒരു ബാറും ഉണ്ട്. ഇപ്പോ അതൊരു സ്റ്റാറ്റസിന്റെ ഭാഗമാണ്. പല വീടുകളിലും പാലുകാച്ചിന് പോയപ്പോഴൊക്കെ കണ്ടിട്ടുള്ള ബാറ് ഒരു റൂം. ഞാൻ ഈ അടുത്ത നാളൊരു ഹോട്ടലിൽ പോയി. ആ ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെ ആ ഹോട്ടലിനോട് ചേർന്നുള്ള ബാറും ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ ഹോട്ടലിൽ കയറുന്ന സമയത്ത് അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ റെസ്റ്റോറന്റ് എങ്ങനെയാ? എനിക്ക് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കണമല്ലോ. ആ റെസ്റ്റോറന്റ് കുഴപ്പമില്ല സാറേ, അവിടെ ഫ്രീ ആയിട്ട് കിടക്കുക, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അപ്പൊ ഈ കാറെല്ലാമോ? അത് ഫാമിലി ബാറിലേക്കുള്ളതാണ്. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ബാർ വരെയും ഇന്ന് ഹോട്ടലിനോട് ചേർത്തുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ. ഇതൊക്കെ നമ്മൾ കൺമുമ്പിൽ ബന്ധങ്ങളുടെ ശിഥിലം, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ എല്ലാം ഇന്ന് സ്വാധീനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം അതാണ്. കുട്ടികളെ ചേർത്ത് നിർത്തുവാനും പ്രാർത്ഥനാപരമായിട്ടുള്ള ജീവിത ശൈലി തുടരുവാനോ കുടുംബത്തിൽ മദ്യം പാടില്ലാതെ ചേർക്കുവാനോ ഒക്കെയുള്ള നല്ല ശീലങ്ങള് ഇന്ന് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതും ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയാണ്. ഇത് നമ്മുടെ കൾച്ചറിൽ അറിയാതെ വന്നുപോയ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും വീട്ടിൽ മുതിർന്നവർ മദ്യം വിളമ്പിയ ഗ്ലാസ് എടുത്തോണ്ട് വരുന്ന കുട്ടിയാ, മിക്സർ എടുത്തുകൊണ്ട് വരുന്ന കുട്ടിയാ, ഐസ് കൊണ്ടുവരുന്ന കുട്ടിയാ. ഞങ്ങളുടെ പ്രോജക്റ്റിൽ ഞങ്ങള് കുട്ടികളോട് പറയുന്ന അവിടെ നിങ്ങൾ വേണ്ടാന്ന് പറയണം. അച്ഛനും എന്നെ കുടിച്ചു, ഞാൻ ക്ലാസ് കൊണ്ടുവരികയല്ല. അപ്പൊ പല പേരൻസും ആദ്യം ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ പിള്ളേരെ റെബൽ ചെയ്യാനല്ലേ പഠിപ്പിക്കുന്നത്. പക്ഷെ വീട്ടിന്റെ അകത്ത് കുട്ടിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പുറത്തൊരാളുടെ ലഹരി വസ്തു നീട്ടുമ്പോൾ കുട്ടിക്ക് വേണ്ടാന്ന് പറയാനുള്ള ഒരു ശേഷി വരികയില്ല. ഇപ്പം സാറ് പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും ഒരു സോഷ്യൽ റീവർക്കിംഗ്, റീ എഞ്ചിനീയറിംഗ് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ശ്രീ സി ജോസഫ്, മറ്റൊരു കാര്യം നേരത്തെ ശ്രീ വി സി സെബാസ്റ്റ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കേരളത്തിൽ ഈ പ്രത്യേകിച്ച് 2020 അല്ലെങ്കിൽ 2021 ശേഷം കണ്ടുവരുന്ന ഒരു വലിയൊരു ട്രെൻഡാണ്. ഒരു ലഹരി കേസ് പോലീസ് പിടിക്കുമ്പോൾ അതിൽ തീർച്ചയായും ഒരു 90% കേസുകളിലും ഒരു സ്ത്രീയുടെ ഒരു സാന്നിധ്യം. കാരണം ഈ അടുത്ത നാളുകളിലാണ് ഈ തൊടുപുഴയിലെ ഒരു അക്ഷയ ഷാജി എന്ന ഒരു കുട്ടിയുടെ ഒരു നിലവിളി ഇപ്പോഴും നമ്മുടെ ഒരു കാതുകളിലുണ്ട്. ഈ ഒരു ട്രെൻഡ് ഒരു ഭയാനകമായിട്ടുള്ള ഒരു സൂചനയല്ലേ? പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ ഇതിൻ്റെ അകത്ത് ക്യാരിയേഴ്സ് ആകുമ്പോൾ അതിലൊരു അബ്യൂസിന്റെ ഒരു എലമെന്റ്, ഒരു ബ്ലാക്ക് മെയിലിന്റെ ഒരു എലമെന്റ്, ഒരു സെക്ഷൽ ഹരാസ്മെന്റിന്റെ ഒരു എലമെന്റ് ഒക്കെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ലേ? അതിന്റെയൊക്കെ കൂടി പരിണിതഫലമായിട്ടല്ലേ ഇവർ ഇത്തരത്തിലൊരു ഡ്രഗ് ക്യാരിയേഴ്സ് ആയിട്ടൊക്കെ പിന്നീട് ഒരിക്കലും അതിൽ നിന്നും പിൻവാങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവർ ഇതിനുള്ളിൽ ട്രാപ്പിലായി പോകുന്നത്? ശ്രീ സി ജോസഫ്, ഞങ്ങളുടെ ചില എക്സ്പീരിയൻസസ് പറയാം. അച്ഛൻ പറഞ്ഞ പോലെ പലതും നമുക്ക് പറയാൻ പറ്റിയല്ലോ, പക്ഷെ ചില എക്സ്പീരിയൻസസ് പറയാം. ഞങ്ങളുടെ അടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വന്ന ചില കുട്ടികൾ പറയുന്ന ഒരു എക്സ്പീരിയൻസ്, ഒരു പാക്കറ്റ് ഡെലിവറി ചെയ്യാൻ ഒരിടത്തുനിന്ന് വേറെ ഒരിടത്ത് ഒരു പാക്കറ്റ് ഡെലിവറി ചെയ്താൽ X amount rupees കിട്ടും. 1000 രൂപ എന്ന് വെച്ചാൽ 1000 രൂപ കിട്ടും.
പാക്കറ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന ആളുടെ കൂടെ അവര് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ 3 ഇരട്ടി കാശും കൂടെ കിട്ടും. ആ 2 മണിക്കൂറിൽ അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയാം. അപ്പം ഇത് രണ്ടും ഇപ്പൊ ഇന്റർട്വൈൻഡ് ആണ്. ഒരു സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ വേറെ പലതരമുള്ള അബ്യൂസും ഡ്രഗ് അഡിക്ഷനും ഇതാണ്. നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മൾ ആൺകുട്ടിയെ സെർച്ച് ചെയ്താലും പെൺകുട്ടിയെ സെർച്ച് ചെയ്യല. അപ്പോൾ ഇത് വിൽക്കുന്ന മാഫിയക്ക് ഇത് അറിയാം. അത് കാരണം തന്നെയാണ് പെൺകുട്ടികൾ കൂടുതലും തുടങ്ങുന്നത് കാരിയേഴ്സ് ആയിട്ട് തുടങ്ങി. പക്ഷെ ഇത് എവിടെ തുടങ്ങിയാലും അൾട്ടിമേറ്റ്ലി അഡിക്ഷനിലേക്ക് പോകാറുണ്ട്. അപ്പം അത് കാരണം തന്നെ പെൺകുട്ടികളുടെ എണ്ണങ്ങൾ കൂടുന്നതും നമ്പേഴ്സ് കൂടുന്നതും. കാരണം കൂടുതൽ സംശയിക്കുകയല്ല, കൂടുതൽ അങ്ങോട്ട് ഡൗട്ട് ചെയ്യുകയല്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഒരു 55% യൂസേഴ്സ് ബോയ്സും 45% ഗേൾസും ആണ്. നേരത്തെ ഈ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നോ? ഈ ഒരു 8 വർഷം മുമ്പ് ഈ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നോ? ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഒരു വലിയ എന്താ പറയുന്നത് ബാലൻസ് തെറ്റാതെ ഇത് നടക്കുന്നുണ്ട്. പക്ഷെ ന്യൂസിലേക്ക് വരുന്നത് ഇപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പോഴാണ് ന്യൂസ് ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഹാസ് ബീൻ ഹാപ്പനിങ്. ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് യൂസേഴ്സ് അല്ല, കാരിയേഴ്സ് കൂടുതൽ വന്നിരിക്കുന്ന സ്ത്രീകളാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിടിക്കപ്പെടുന്ന പലരും ഇതിന്റെ കാരിയർമാരാണ്. അത് ഇന്ന് സ്ത്രീകളുടെ എണ്ണം വളരെയേറെ കൂടിയിരിക്കുന്നു. ഓക്കെ, ശ്രീ സിസി ജോസഫ്, ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള വ്യക്തിയായിരുന്നു അങ്ങേക്ക് അതിനെപ്പറ്റി പറയാൻ സാധിക്കുമായിരിക്കും. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ട്രാപ്പിൽ പെട്ടുപോകുന്ന ഒരു പെൺകുട്ടിയുടെ പിന്നീടുള്ളൊരു അവസ്ഥ എന്താണ്? അതിൽ നിന്ന് ഒരു പോരണമെന്ന് വിചാരിച്ചാലും ഒരു പോരാൻ പറ്റാത്ത ഒരു അവസ്ഥ, അവരുടെ ഒരു ജീവിതത്തിന് പിന്നീടുള്ളൊരു ദയനീയ സ്ഥിതി, അത്തരത്തിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അങ്ങേക്ക് പറയാൻ സാധിക്കുന്ന ഒരു എക്സാമ്പിൾ, പേര് സൂചിപ്പിക്കേണ്ട അത്തരത്തിൽ എന്തെങ്കിലും പറയാൻ സാധിക്കും? പ്രാക്ടിക്കലി ചില എക്സാമ്പിൾസ് പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ അടുത്ത് ഒരു സെറ്റ് ഓഫ് പിള്ളേർ, ഒരു 4-5 പിള്ളേർ വന്നു. വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് നിർത്തണം, വിൽക്കുന്നത് നിർത്തണം. അവർ ഓണക്കാലത്ത് ഉണ്ടാക്കുന്നത്, ഓണസമയം അല്ലാത്ത സമയം ലീനായിരിക്കും, പക്ഷെ ഓണ സമയത്ത് അവരുണ്ടാക്കുന്നത് ആ ഒരു 30 ദിവസം കൊണ്ട് അവരുണ്ടാക്കുന്നത് 1.5 ലക്ഷം രൂപയാ. അവര് പറയുന്ന ചേട്ടാ ഞാനിത് വിടാം, എനിക്ക് ഓൾട്ടർനേറ്റീവ് എന്താ? ഇവരേതേലും കമ്പനി ജോലിക്ക് ചെല്ലുമ്പോൾ ഇവരുടെ ഹിസ്റ്ററി ചോദിക്കും. ഇവർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് എങ്ങനെയും പറഞ്ഞാൽ ആരും ജോലി കൊടുക്കുമല്ലോ. എന്റെ വീട്ടിൽ പോലും പലപ്പോഴും ഞാൻ ജോലിക്ക് നിർത്തുകയല്ല. അങ്ങനെ വരുമ്പോൾ ഇവര് ഫോഴ്സ്ഡ് ആവുക തിരിച്ചു പോകാൻ. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പല കമ്പനീസിനോട് സംസാരിച്ച് ഇവരെ അവിടെ എംപ്ലോയ് ചെയ്യാനും ഇവരുടെ കൂടെ ഒരു ലോങ് ടേം ജേർണിക്ക് ഞങ്ങൾ റെഡി ആവുന്നത്. അങ്ങനെ ഈ പിള്ളേരെ അത് നിർത്തി തിരിച്ച് ജോലിക്ക് കയറി സ്ലോലി അവരിപ്പോ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെ സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇത് തിരിച്ചു വരാൻ പറ്റാത്തതിന്റെ ഒരു മെയിൻ റീസൺ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരു സ്റ്റിഗ്മയും ഒരു സോഷ്യൽ ഇഷ്യൂ. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ വൺസ് ആൻ അഡിക്റ്റ് ഓൾവേസ് ആൻ അഡിക്റ്റ്. ഇത് എപ്പോ വേണേലും തിരിച്ചു പോകാം. അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എന്നാ പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. തിരിച്ചു പോകുന്നതിന്റെ റേറ്റ് അല്ലെ പെർസെന്റേജ് വളരെ ഹൈയാ. എത്ര നല്ല ഡി അഡിക്ഷൻ അവിടെ കണ്ടുവന്നിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ റൂട്ടിങ് ഉണ്ടെങ്കിൽ റീഹാബും ഡി അഡിക്ഷനും കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുവരുന്നുണ്ട്. അപ്പം ഇറ്റ് ഈസ് നോട്ട് ഈസി. പെട്ടുപോയാൽ നമ്മൾ ഈ എന്നാ പറയുന്നത് ഒരു വേൾഡ് വിൻഡിൽ പെട്ടുപോയാൽ അല്ലെ ക്വിക്ക് സാൻഡിൽ പെട്ടുപോയാൽ അങ്ങ് മുങ്ങിക്കൊണ്ടിരിക്കും. കൂട്ടത്തിൽ നല്ല ഫ്രണ്ട് സർക്കിൾ ഇല്ലെങ്കിൽ തിരിച്ചു വരാൻ ഭയങ്കര ഡിഫിക്കൽട്ടാ. ഓക്കെ, അതുപോലെ തന്നെ സാറേ പറഞ്ഞോളൂ. സാറേ അതുപോലെ തന്നെ നമ്മള് അതായത് ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അതായത് ഡി അഡിക്ഷൻ സ്ഥാപനങ്ങൾ, സെന്റേഴ്സ് നമ്മുടെ കേരളത്തിൽ ഇപ്പം 1-2 ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോഴത്തെ ഒരു കാലത്ത് ഒരു വലിയ ആവശ്യമാണ് വന്നിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിലും അതായത് ഇന്ന കൊച്ചിനെ എടുക്കാവോ എന്ന് ചോദിച്ച് ഒത്തിരിയേറെ എൻക്വയറീസ് നമുക്ക് എത്താറുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് മെയിനായിട്ട് നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആണുങ്ങള് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് പെണ്ണുങ്ങളെ കൂടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇവിടെ വരുന്ന ഈ ബോയ്സിനെ നമ്മൾ ജസ്റ്റ് ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ഈ ബോയ്സിന് എല്ലാം തന്നെ സ്നേഹബന്ധങ്ങൾ ഉള്ള വ്യക്തികളാണ്. അപ്പൊ ഈ സ്നേഹബന്ധത്തിലുള്ള പെൺകുട്ടികൾ എല്ലാം തന്നെ അവനെ പോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആണുങ്ങളെ പോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ പെണ്ണുങ്ങളുടെ എണ്ണവും ഇതുപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു സ്ഥാപനങ്ങള് അതായത് ഇപ്പോഴത്തെ ഒരു നിയമ സംവിധാനം വെച്ച് അതൊരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ പിന്നതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ പാലാ
യോട് അതായത് സാറ് സൂചിപ്പിച്ച പോലെ തന്നെ 150% തന്നെ യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുള്ള് തിയേറ്ററുകളിൽ ഭയങ്കര ഹിറ്റായി ഓടുന്ന മൂവിയുണ്ട്, ദ കേരള സ്റ്റോറി. അപ്പൊ അത് ആ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവി ഞാൻ കണ്ട സമയത്ത് എന്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം ഇതാണ്, ഇത് എന്റെ മുൻപിൽ നിന്നും ഇന്നലെ ഇറങ്ങിപ്പോയ എക്സ്പീരിയൻസ് അല്ലേ എന്ന്. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും അത് നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവിയിൽ കാണിക്കുന്ന രംഗങ്ങൾ എല്ലാം പലതും കൊണ്ടും അത് കറക്റ്റ് ട്രൂത്ത് ആയിട്ടാണ്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പൊ നമ്മള് ആണുങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ആണുങ്ങളെ പോലെ തന്നെ സ്ത്രീകളിലേക്കും ഈ ഒരു മേഖലയിലേക്ക് നമുക്കത് ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അച്ഛനോട് ചോദിക്കാനിരുന്നത്. പ്രത്യേകിച്ച് ഈ കേരള സ്റ്റോറിയുടെ ഒക്കെ ഒരു കാര്യം അങ്ങ് സൂചിപ്പിച്ചു. നമ്മുടെ യുവജനങ്ങൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിള് അത് കുറെ കൂടി ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമല്ലേ ഇത് ശരിക്കും? പല ചിലന്തികളും ഈ ഫ്രണ്ട്ഷിപ്പിന്റെ രൂപത്തിൽ വന്ന് പിന്നെ മനസ്സിൽ കൂടുകൂട്ടി ഡ്രഗ്സിന്റെയും തീവ്രവാദത്തിന്റെയും ഒക്കെ ലോകത്തേക്ക് യുവജനങ്ങളെ നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു കുട്ടികൾ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളായിക്കോട്ടെ, സ്കൂൾ കുട്ടികളായിക്കോട്ടെ, യുവജനങ്ങളായിക്കോട്ടെ, ഈ ഫ്രണ്ട്ഷിപ്പ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ കുറെ കൂടിയല്ല ശക്തമായ ഒരു ജാഗ്രത പുലർത്തേണ്ട കാലം തന്നെയല്ലേ ഇത്, ഫാദർ തോംസൺ? അത് ആക്ച്വലി ഉണ്ടല്ലോ സാറേ, കാരണം വെച്ച് കഴിഞ്ഞാൽ അതില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് നമ്മുടെ പേരൻസിന് തന്നെയാണ്. ഒപ്പം നമ്മുടെ, കാരണം ഇതുപോലെയുള്ള ഈ ബന്ധങ്ങൾ കൂടുതലായിട്ടും വളരുന്നത് നമ്മുടെ സ്കൂളുകളിൽ നിന്നുമാണ്. ഞാനൊരു സ്മോൾ എക്സാമ്പിളോടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. കാരണം ലാസ്റ്റ് മന്ത് ഇവിടെ ആണെങ്കിൽ ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളിവിടെ ട്രീറ്റ്മെന്റ്, അവൻ ഇവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അവൻ സ്നേഹിച്ച ഒരു പെണ്ണിനെ പ്രഗ്നന്റ് ആക്കിയിട്ടാണ്. അപ്പൊ ഞാൻ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ നമ്മുടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ പേരൻസ്, അതുപോലെ തന്നെ അധ്യാപകര്, അപ്പോൾ ഇപ്പോ ഉള്ള രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈയും കൊണ്ട് പാലൂട്ടുകയും മറ്റേ കൈയും കൊണ്ട് കൊല്ലുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് മാറ്റം വന്നില്ല എങ്കിൽ നമുക്കിതിനെതിരെ എത്ര പേര് ഒരുമിച്ച് പ്രവർത്തിച്ചാലും സാറേ നമുക്കിതിനെതിരെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മള് അച്ഛൻ പറഞ്ഞ പലപ്പോഴും ഇതിലേക്ക് വീഴാനുള്ള റീസൺ പിയർ പ്രഷറാ, ഫ്രണ്ട്സിന്റെ ഒരു ഇൻഫ്ലുവൻസാ. അതേപോലെ തന്നെ വീഴാതെ ഇരിക്കാനുള്ള റീസണും ഫ്രണ്ട്സ് ആണ്. അപ്പൊ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കുട്ടികൾക്ക് സാധിക്കും. അപ്പൊ നമ്മൾ പിയർ പ്രഷറിനെ എപ്പോഴും നെഗറ്റീവായിട്ട് കാണാതെ പിയർ പ്രഷർ നല്ലതാണ്, നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും. പണ്ട് നമ്മൾ അങ്ങനെ പറയാറില്ലായിരുന്നു, നല്ല ഫ്രണ്ട്സ് ചീത്ത ഫ്രണ്ട്സ് എന്ന് പറയാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ പറയേണ്ടി വരും. നല്ല ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഓക്കെ, ശ്രീ ജോസഫ്, ഒരു കാര്യം അച്ഛൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. ഈ അധ്യാപകർക്ക് വലിയൊരു റോൾ ഉണ്ട്, പക്ഷേ ഈ കാലഘട്ടത്തില് അധ്യാപകരും വലിയൊരു പരിമിതി നേരിടുന്നില്ലേ? പ്രത്യേകിച്ച് കുട്ടികളെ ഒന്ന് വടിയൊക്കെ എടുത്ത്, നമുക്കൊക്കെ ആണെങ്കിൽ പല വടി കൊണ്ട് പല അടികളും അത് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിദ്യാലയങ്ങളിൽ അധ്യാപകർ ആ ഒരു അടിയും ഒക്കെ ശകാരങ്ങളും ഒക്കെ തരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, അധ്യാപകർ വലിയൊരു പരിമിതി ആ ഒരു കാര്യത്തിൽ നേരിടുന്നില്ലേ? ഒന്ന് ശകാരിക്കുവാൻ അല്ലെങ്കിൽ ഒന്ന് തിരുത്തുവാൻ, ഒന്ന് തിരുത്തി കഴിഞ്ഞാൽ അത് വേറെ വകുപ്പിൽ വേറെ ഏതെങ്കിലും കേസായിട്ട് പിന്നീട് രൂപമാറ്റം ഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ. വളരെ ശരിയാണ്. ഞങ്ങള് ടീച്ചേഴ്സിനും പേരൻസിനും വർക്ക്ഷോപ്സ് എടുക്കുമ്പം ടീച്ചേഴ്സ് ഒക്കെ കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്, ഒന്ന് ഈ കുട്ടിയോട് പറയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ കേസാകും. പണ്ടിപ്പം എന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനൊരു മോശമായ കാര്യം ചെയ്തതല്ലേ, ടീച്ചറിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യണം, എന്റെ അച്ഛനോട് അത് പോയി ടീച്ചർ പറയുമ്പോൾ എന്റെ അച്ഛൻ ടീച്ചറിന്റെ സൈഡ് എടുക്കും, എന്നിട്ട് എന്നെ വഴക്ക് പറയും, നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തതെന്ന്. ഇന്ന് നേരെ തിരിച്ചാ, ടീച്ചർ പോയി ഒരു കുട്ടിയുടെ വീട്ടിൽ പറയാ നിങ്ങളുടെ കുട്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാല് ആക്ച്വലി പേരൻസ് ടീച്ചറിനെ വഴക്ക് പറയും, നിങ്ങളോട് ആരെയും ഇതൊക്കെ നോക്കാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന. ടീച്ചേഴ്സിന് വളരെ വലിയ റോൾ ഉണ്ട്. പക്ഷെ എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മകൾ അങ്ങനെ ചെയ്യില്ല, ആ ഒരു ഡയലോഗാണ് സ്ഥിരം വരുന്നത്. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാ. എന്റെ കുട്ടിക്ക് പ്രശ്നമില്ല, എന്റെ സ്കൂളിന് പ്രശ്നമില്ല, എന്റെ പാരിഷിൽ പ്രശ്നമില്ല, എന്റെ സമൂഹത്തിന് പ്രശ്നമില്ല, പ്രശ്നമല്ല അയൽവക്കക്കാർക്കാ.
അത് കാരണം തന്നെ പ്രശ്നം വഷളായി കഴിഞ്ഞിട്ടേ നമ്മൾ നോക്കുകയുള്ളൂ. സാർ അതോടൊപ്പം ഉണ്ടല്ലോ, നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അതായത് ഈ ഒരു കാര്യം ഈ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ, അതായത് ഡ്രഗ്സ് ഉപയോഗിച്ച് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആര് വിചാരിച്ചാലും നമുക്ക് അവനെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ പേരൻസിന്റെയും അതോടൊപ്പം തന്നെ അധ്യാപകരുടെയൊക്കെ മെയിനായിട്ടുള്ള റോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇത് അറിയാനായിട്ട് സാധിച്ചാൽ ഒരു പക്ഷേ അവനെ ട്രീറ്റ്മെന്റിലൂടെയും കൗൺസിലിങ്ങിലൂടെയൊക്കെ അവനെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മുടെ അധ്യാപകരായാലും അതുപോലെ തന്നെ പേരൻസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് അവെയർ ആയിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇത് അറിയാനായിട്ട് സാധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അവനെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് ഒരു കൺക്ലൂഷനിൽ ശ്രീ വി സി സെബാസ്റ്റ്യൻ, കുടുംബങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, സഭയുമായി വളരെയധികം ചേർന്ന് സഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൺക്ലൂഷൻ പോയിന്റിൽ എത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് കുടുംബങ്ങളിൽ തന്നെയാണ്. ഈ കുടുംബങ്ങളിൽ കിട്ടുന്ന ഒരു ഫോർമേഷൻ, ഈ കോവിഡിന് ശേഷം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒരു ഒറ്റത്തുരുത്തുകളായി മാറുന്നു. ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ്, അതുമായി ബന്ധപ്പെട്ട് അത് അവരുടെ ഒരു ലോകം എന്ന നിലയിലേക്ക് കുട്ടികളുടെ ജീവിതം ചുരുക്കുന്നു. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വളരെയധികം പ്രചാരം ലഭിച്ച ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് മാതാപിതാക്കളെ ശക്തമായിട്ടുള്ളൊരു റോളില്ലേ, ഒരു കുറെ കൂടി അലേർട്ടായിരിക്കുക, മക്കളുമായി സമയം സ്പെൻഡ് ചെയ്യുക, കുടുംബത്തിൽ കുറെ കൂടി സമയം ചെലവഴിക്കുക, അവരുമായി സംസാരിക്കുക, അവരെ കേൾക്കാൻ തയ്യാറാവുക. നമ്മുടെ ഈ കുടുംബത്തിന്റെ ഉള്ളിലുള്ള ഒരു സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചില്ലേ ശ്രീ വി സി സെബാസ്റ്റ്യൻ? തീർച്ചയായിട്ടും ഇവിടെ അച്ഛനും ജോസഫ് സാറും പറഞ്ഞതുപോലെ, എന്റെ കൊച്ചിനെ എനിക്കറിയാം, അവൻ ഒന്നും ചെയ്യത്തില്ല, അവനൊരു പാവമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പേരൻസിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാലത്തിന്റെ ഒരു വലിയൊരു മാറ്റമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളിലെ പേരൻസിനോ ഈ പറഞ്ഞ ടീച്ചേഴ്സിനോ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വലിയൊരു ഭയപ്പെടുത്തുന്ന ലോകത്തിലേക്ക് നമ്മുടെ തലമുറ ഇന്ന് മാറിപ്പോയിട്ടുണ്ട്. ഈ പറഞ്ഞ കോവിഡിന്റെ കാലത്തുണ്ടായിരുന്ന ഓൺലൈൻ ബന്ധങ്ങളൊക്കെ ലോകം വളരെ ചെറുതാക്കി അവന്റെ മുറിക്കകത്തേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. നല്ല സുഹൃത്തുക്കളെ വേണമെന്നൊക്കെ പറയുമ്പോൾ തന്നെയും വേറൊരു വിശാലമായ ലോകത്തിന്റെ അതിർവരമ്പുകളിലേക്ക് നമ്മുടെ ഇന്നത്തെ കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കാണണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ മേഖലകളുണ്ട്. മാതാപിതാക്കൾ, അതായത് മക്കൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് മാതാപിതാക്കൾ അന്വേഷിക്കേണ്ടതാണ്. വീട്ടിലെ സാധനങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. മക്കൾ ഭയമോ ഉത്കണ്ഠയോ കാണിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് ഇരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, ബാഗിലെ പുസ്തകങ്ങളല്ലാതെ മറ്റ് സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, കുട്ടിയുടെ മുറിയിൽ അസാധാരണമായ മണം വരുന്നുണ്ടെങ്കിൽ, അപരിചിതരായ സുഹൃത്തുക്കൾ വീട്ടിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ കുട്ടിയെ കാണാൻ വേണ്ടി, ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കളുടെ അടിയന്തര ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണം. പലപ്പോഴും മാതാപിതാക്കൾക്ക് ഇത് സാധിക്കുന്നില്ല. കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നു, വൈകുന്നേരവും വരുന്നു, അതിനപ്പുറത്തേക്കുള്ള ആ മാതാപിതാക്കളും കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിന്റെ ഊഷ്മളത കൈമോശം വന്നിട്ടില്ലേ നമ്മുടെ കുടുംബങ്ങളിൽ എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം. രണ്ടാമത് ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ. ഞാൻ അല്പം മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു ഹാജി സലീം നെറ്റ്വർക്കിനെ കുറിച്ചൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1980-കളിലെ പാബ്ലോ അമേരിക്കൻ മയക്കുമരുന്നിന്റെ രാജാവായിരുന്നു. 1993 പോലീസ് വെടിവെച്ചാണ് അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്. ശരിക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലൊരു നാർക്കോട്ടിക് ബാർ യുദ്ധം നടക്കുകയാണ്. ശരിക്കും പറഞ്ഞു ഒരു ലെവലിലേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ 2016 മെയ് മാസത്തിൽ ഇവിടെ 34 ബാർ ഹോട്ടലുകളാണ് ഉണ്ടായിരുന്നത്, 258 വിദേശ വിൽപ്പന കേന്ദ്രങ്ങൾ. 2022 അവസാനിക്കുമ്പോൾ അത് 689 ബാർ ഹോട്ടലായി, 295 വൈൻ പാർലറുകളായി, അതോടൊപ്പം തന്നെ 306 വിദേശ മദ്യവിൽപ്പനശാലകളായി, 4000 പരം കള്ള് ഷാപ്പുകൾ, 29 വിദേശ വിൽപ്പനശാലകൾ ഈ അടുത്ത നാളിൽ തുറക്കുകയും ചെയ്തു. ഇങ്ങനെ സുലഭമായിട്ട് അവൈലബിൾ ആയിട്ട് മദ്യവും ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നുകളും ഈ സമൂഹത്തിൽ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത് ഭീകരവാദത്തിന്റെ ഒരു തലത്തിലേക്ക് നമ്മൾ പോകുന്നു, ഈ നാട് പോകുന്നു എന്നുള്ള തിരിച്ചറിവ് വളരെ അടിയന്തരമായിട്ട് വേണ്ടതാണ്. കുടുംബങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, മാറി ചിന്തിക്കണം, നമ്മുടെ സ്ഥാപനങ്ങൾ മാറി ചിന്തിക്കണം, സമൂഹം, ഇവിടുത്തെ
ജോസഫ് സാർ സൂചിപ്പിച്ച സമൂഹത്തിന് മൊത്തം ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി നിലനിൽപ്പുണ്ടൂ. ഇത് ഒരു സാമുദായിക ധ്രുവീകരണത്തിലേക്കും സാമുദായിക അക്രമത്തിലേക്ക് നാളെ വഴുതി പോകത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രമാത്രം ഒരു ഭീകരമായ ഒരു പ്രതിസന്ധിയെ നാം ഇന്ന് നേരിടുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിനെ അതിജീവിക്കുവാനുള്ള ആർജവം നമുക്കുണ്ടാകണമെന്ന് മാത്രം. ഓക്കെ, ചർച്ചയുടെ ഏറ്റവും ഒടുവിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഈ ചർച്ച കാണുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളോട്, നിങ്ങൾ ഈ രാജ്യത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ നാർക്കോട്ടിക്സിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുക, മുഖം നോക്കാതെയുള്ള നടപടികൾ. എങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നാർക്കോട്ടിക് ഭീകരരുടെ അടിവേരിളക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 3 പേർക്കും നന്ദി.